കേരള കന്യാർകളി ആർട്സ് ആൻഡ് പ്രൊമോഷൻ കൗൺസിലിന്റെ 30ാം വാർഷിക കന്യാർകളി സംഗമം ദേശപ്പെരുമയ്ക്ക് പ്രൗഢഗംഭീര തുടക്കം. ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളിൽ അവതരിപ്പിച്ചു വരുന്ന പാരമ്പര്യ കലാരൂപമാണ് കണ്യാർകളി. പ്രത്യേക രാഗതാളങ്ങൾ കലർന്ന പാട്ടിന്റെ താളത്തിനനുസരിച്ച് ചടുലമായ ചുവടുകൾ വയ്ക്കുന്നതാണ് കണ്യാർകളി എന്ന കലാരൂപം. മലയൻ, ചക്കിലിയൻ, ചെറുമി, കുറവൻ, കുറത്തി തുടങ്ങിയ പൊറാട്ടുകളും ഒറ്റപ്പൊറാട്ടുകളും കണ്യാർകളിയുടെ പ്രത്യേകതയാണ്. പെൺവേഷങ്ങൾ കെട്ടി ആണുങ്ങൾ തന്നെ കളി അവതരിപ്പിക്കും. ലിഖിതമായ ചരിത്രം ലഭ്യമല്ലെങ്കിലും മൂപ്പിൽ നായരുടെ കാലം തൊട്ട് കണ്യാർകളിയുടെ ചരിത്രം വാമൊഴിയായി പകർന്നു കിട്ടിയവരാണ് ജില്ലയിലെ കണ്യാർകളി ആശാന്മാർ. കണ്യാർകളിയെ പരിപോഷിപ്പിക്കുകയും നാനാദേശങ്ങളിലേക്ക് കണ്യാർകളി പെരുമ വ്യാപിപ്പിക്കുകയുമാണ് കേരള കണ്യാർകളി ആർട്സ് ആൻഡ് പ്രൊമോഷൻ കൗൺസിലിന്റെ ലക്ഷ്യം. ദേശപ്പെരുമയെ പേരിന് അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള ഒരു പെരുമയാക്കി മാറ്റാനുള്ള ശക്തിയും ബുദ്ധിയും ശേഷിയും ശേമോഷിയും ജഗദീശ്വരൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശാനെ കണ്യാർകളി പോകുന്നത് എന്നോട് പറയാമെന്ന് വാങ്ങി ഗംഭീരമാക്കി. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ആ തൃക്കണാദേവന്റെയും ദേവിയുടെയും അനുഗ്രഹം കൊണ്ട് ഇതുവരെയ്ക്കുമുള്ള കാര്യങ്ങളെല്ലാം ചിട്ടയോടെ നടത്തി ഞങ്ങൾ ചേർന്ന് ഗംഭീരമായി ഇനിയും അതേ ചിട്ട തുടരും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിന് നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. നമ്മൾ ആരൊക്കെയാണ് കന്യാർകളിൽ ഈ മണ്ണിൽ കളിക്കാൻ ആദ്യം കിട്ടുന്ന ഭാഗ്യവന്മാർ, അതിനുശേഷം എല്ലാ ഭാഗ്യവന്മാരെയും നമ്മൾ എടുക്കാൻ പോവാണ്. അപ്പോ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ചേർന്ന് നമ്മളെല്ലാവരും ചേർന്ന് ഈ 2 ദിവസം അടിച്ചു കൊടുക്കും. മറ്റുള്ള ദേശക്കാരുടെ സഹായ സഹകരണത്തിലും നമ്മൾക്ക് മുന്നോട്ട് പോകാം. സംഘടനയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മെയ് 15, 16 തീയതികളിലാണ് ആലത്തൂർ കാട്ടുശ്ശേരിയിൽ ദേശപ്പെരുമ എന്ന പേരിൽ കണ്യാർകളി സംഗമം നടക്കുന്നത്. 30 ദേശങ്ങളിൽ നിന്നായി 30-ലധികം പൊറാട്ടുകളാണ് 2 രാത്രികളിലായി കളിപ്പന്തലിൽ അരങ്ങേറുക. വെള്ളിയാഴ്ച കാലത്ത് തൃക്കണാദേവൻ സന്നിധിയിൽ നിന്ന് കളിപ്പന്തലിലേക്ക് പതാക ഘോഷയാത്രയോടെയാണ് വാർഷികാഘോഷം തുടങ്ങിയത്. പതാക ഭഗവാന്റെ തിരുസന്നിധിയിൽ നിന്നും ഇവിടെ നമ്മൾ ഘോഷയാത്രയായി നമ്മുടെ കളിപ്പന്തലിലേക്ക് കണ്യാർകളി ദേശപ്പെരുമ അരങ്ങേറുന്ന വേദിയിലെത്തി. അവിടെ നമ്മൾ ഈ ധ്വജ ആരോഹണം നടക്കുന്നത് വരെയുള്ള സമയം നമ്മളെല്ലാം പ്രാർത്ഥനയോടുകൂടി ഈ 2 ദിവസത്തെ കളിയും മംഗളകരമാകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഈ പതാക ഉയർത്താൻ. ആ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം.
തുടർന്ന് KKAPC ഭാരവാഹികളെയും കാട്ടുശ്ശേരി ദേശപ്പെരുമ ഭാരവാഹികളെയും കണ്ണിയാർകളിയുടെ തനതായ തലയിൽ കെട്ടണിയിച്ച് ആദരിച്ചു. KKAPC ചെയർമാൻ N. പ്രേമചന്ദ്രൻ പതാകാവന്ദനം നടത്തി. ദേശപ്പെരുമ ചെയർമാൻ CA നായർ, ജനറൽ കൺവീനർ MP കാർത്തികേയൻ, ദേശപ്പെരുമ ജനറൽ കൺവീനർ ശശിധരൻ, കാട്ടുശ്ശേരി ദേശമാശാൻ ശ്രീധരൻ നായർ, വിവിധ ദേശപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കളിയുടെ ക്രമം നിശ്ചയിക്കുന്ന നറുക്കെടുപ്പും നടന്നു. UTV ന്യൂസ്, പാലക്കാട്.